സഹാരി റേസ് പ്ലസിന്റെ രണ്ടാമത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. മക്കളെ, ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കുറെ ബേസിക് കാര്യങ്ങൾ, തിയറികൾ, ബേസിക് ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. നോട്ട് വൃത്തിയായിട്ട് എഴുതി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എല്ലാവരെയും വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അർത്ഥവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധമാണ് അർത്ഥവാർഷികം, അല്ലെ? ഹാഫ് ഇയർലി. അർത്ഥവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം, അതാണ് നമ്മൾ രണ്ടാമത്തെ ടൈപ്പിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് ടൈപ്പ് 2 എന്ന് എഴുതിയിട്ട് ഹെഡിങ് അർത്ഥവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം എന്ന് എഴുതി വെക്കുക. നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ഒരാൾ 10,000 രൂപ 10% നിരക്കിൽ അർത്ഥവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? A person deposits ₹10,000 in a bank that calculates compound interest at 10% per annum, compounded half yearly. What will be the compound interest received after 1 year? അതായത് ഇത് അർത്ഥവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചോദ്യത്തിൽ കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ വാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കേണ്ടത്. അർത്ഥവാർഷികമോ പാദവാർഷികമോ ആണെങ്കിൽ ചോദ്യത്തിൽ എടുത്തു പറയും അർത്ഥവാർഷികമായി കണക്കാക്കുക, പാദവാർഷികമായി കണക്കാക്കുക എന്ന്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അർത്ഥവാർഷികമായി കണക്കാക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 10,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 10,000 ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, അല്ലേ? യെസ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലേ? ഇനി കാലയളവ് 1 വർഷമാണ്. 1 വർഷത്തേനാണ് നിക്ഷേപിച്ചത് എങ്കിൽ ചോദ്യം 1 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. ഇത് ഹാഫ് ഇയർലി കണക്കാക്കുന്ന ബാങ്കാണ്, അല്ലേ മക്കളെ? ഹാഫ് ഇയർലി കണക്കാക്കുന്ന ബാങ്കിന്റെ പ്രത്യേകത ഓരോ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? പലിശ കണക്കാക്കും. അപ്പൊ ഇവിടെ ആദ്യത്തെ പലിശ കണക്കാക്കുന്നത് 1 വർഷം കഴിയുമ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? ഫസ്റ്റ് 6 months ആകുമ്പോൾ, അല്ലേ? ആദ്യത്തെ 6 മാസം ആകുമ്പോഴാണ് ആദ്യം പലിശ കണക്കാക്കുന്നത്. ഫസ്റ്റ് 6 months, ആദ്യത്തെ 6 മാസം ആകുമ്പോൾ ഒന്ന് പലിശ കണക്കാക്കും. അടുത്തത് സെക്കൻഡ് 6 months, അടുത്ത 6 മാസം ആകുമ്പോൾ ഒന്നും കൂടെ പലിശ കണക്കാക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 6 മാസം, അടുത്ത 6 മാസം, അപ്പൊ ആകെ 1 വർഷമായി. അപ്പൊ 1 വർഷത്തിനുള്ളിൽ 2 തവണ പലിശ കണക്കാക്കും. നമ്മൾ വാർഷികമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഇതാണ്. അവിടെ ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം എന്ന രീതിയിൽ കണക്കാക്കും. ഇവിടെ ഫസ്റ്റ് 6 months, സെക്കൻഡ് 6 months, തേർഡ് 6 months എന്ന ക്രമത്തിൽ കണക്കാക്കും. ഇതാണ് ഒരു വ്യത്യാസം. ഇനി അർത്ഥവാർഷികമായി പലിശ കണക്കാക്കുക എന്ന് പറയുമ്പം ചോദ്യത്തിൽ തന്നിരിക്കുന്ന പലിശ നിരക്ക് എത്രയാണോ അതിന്റെ പകുതി എടുത്ത് വേണം നിങ്ങൾ പലിശ കണക്കാക്കാൻ. അർത്ഥവാർഷികം എന്ന് പറയുമ്പം നിങ്ങൾ 10% പലിശ നിരക്കിൽ എന്നാ തന്നേക്കുന്നെങ്കിൽ ചെയ്യുമ്പം 5% പലിശ നിരക്കിൽ എന്നെടുത്ത് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസം ഇതാണ്. ഇങ്ങനെ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നതുമായി 2 വ്യത്യാസങ്ങളാണുള്ളത്. ഒന്ന്, വാർഷികമായി എന്ന് പറയുമ്പോൾ ഓരോ വർഷം ഇടവിട്ടാണ് പലിശ കണക്കാക്കുന്നത്. അർത്ഥവാർഷികം എന്ന് പറയുമ്പം 6 മാസം ഇടവിട്ടാണ് പലിശ കണക്കാക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. 2, വാർഷികമാണെങ്കിൽ തന്നിരിക്കുന്ന പലിശ നിരക്ക് എടുത്താണ് ചെയ്യേണ്ടത്. അർത്ഥവാർഷികമാണെങ്കിൽ തന്നിരിക്കുന്ന പലിശ നിരക്കിന്റെ പകുതി എടുത്താണ് കണക്ക് ചെയ്യേണ്ടത്. ഇനി ബാക്കി സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ 6 മാസത്തെ പലിശ ഈ 10,000 രൂപയുടെ 5%, 10% 1000, 5% 500. അപ്പൊ ആദ്യത്തെ 6 മാസത്തെ പലിശ 500 രൂപ. അടുത്ത 6 മാസത്തെ പലിശ കാണാൻ 500ന്റെ 5% കാണണം. ആണോ? 500ന്റെ 5% കാണാൻ 500ന്റെ 10% 50, 5% 25 ആണോ? അത് 500-ലൂടെ കൂട്ടുമ്പോൾ 525. ഇപ്പൊ ആദ്യത്തെ 6 മാസം കൊണ്ട് കിട്ടുന്ന പലിശ 500, അടുത്ത 6 മാസം കൊണ്ട് കിട്ടുന്ന പലിശ 525, 1 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 1025.
അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര പലിശ കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം 1025. നമ്മുടെ ആൻസർ 1025 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഇതാണ് വ്യത്യാസം. അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ വ്യത്യാസം ഇതാ. ഒന്ന്, 6 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം. 2, എത്രയാണോ പലിശ നിരക്ക് തരുന്നത് അതിന്റെ പകുതി എടുത്ത് വേണം നമ്മൾ കണക്ക് ചെയ്യാൻ. ബാക്കി സെയിം തന്നെ. ആദ്യത്തെ 6 മാസത്തെ പലിശ ഈ 10,000-ന്റെ 5%. എപ്പോഴും തന്നിരിക്കുന്നതിന്റെ പകുതി പലിശ എടുക്കുക. കേൾക്കുന്നുണ്ടല്ലോ? 10 തന്നെ 5% വെച്ച് കണക്ക് ചെയ്യുക. 10,000-ന്റെ 5% കാണാൻ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 1000. 5% 500. ഓക്കെ. ഇനി അടുത്ത 6 മാസം കൊണ്ട് കിട്ടുന്ന പലിശ ഈ 500-ന്റെ 5% കണ്ടുപിടിച്ച് 500-നോട് കൂട്ടണം. 500-ന്റെ 5% കാണാൻ 10% 50, 5% 25. 500-നോട് കൂട്ടുമ്പോൾ 525. ഉത്തരം 1025. അടുത്ത ചോദ്യം ഇതാണ്. 30,000 രൂപ 20% പലിശ നിരക്കിൽ 30,000 രൂപ 20% പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. ഓക്കെ. അപ്പൊ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. 20% പലിശ നിരക്ക്. 30,000 രൂപയാണ് എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ, കാലയളവ് ഒരു വർഷമാണ്, ഒരു വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് 30,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ. പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% അല്ലേ. ഇനി കാലയളവ് തന്നേക്കുന്നത് ഒരു വർഷമാണ്. കാലയളവ് ഒരു വർഷമാണ് തന്നേക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 6 months, ആദ്യത്തെ 6 മാസത്തെ പലിശ ആണോ? ആദ്യത്തെ 6 മാസത്തെ പലിശ കാണാൻ പലിശ നിരക്ക് 20 തന്നേക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ 10% എടുത്ത് ചെയ്യണം. പകുതി എടുത്ത് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ 6 മാസത്തെ പലിശ 30,000-ന്റെ 10% ആണോ? നമുക്കറിയാം 30,000-ന്റെ 10% 3,000 ആണ്. ആദ്യത്തെ 6 മാസത്തെ പലിശ 3,000 ആണോ? സെക്കൻഡ് 6 months, അടുത്ത 6 മാസത്തെ പലിശ കാണാൻ, അടുത്ത 6 മാസത്തെ പലിശ കാണാൻ ഈ 3,000-ന്റെ 10% കാണണം ആണോ? 3,000-ന്റെ 10% 300. അത് 3,000-ന്റെ കൂടെ കൂട്ടുമ്പോൾ 3,300 എന്ന് വരും അല്ലേ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6,300 എന്ന് കിട്ടും. 6,300. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരവായിട്ട് വരും അല്ലേ. ആദ്യത്തെ 6 മാസത്തെ പലിശ 30,000-ന്റെ 10%, അത് 3,000. അടുത്ത 6 മാസത്തെ പലിശ കാണാൻ ഈ 3,000-ന്റെ 10% 300, 3,000-ന്റെ കൂടെ കൂട്ടണം. അപ്പൊ 3,300. അപ്പോൾ ഒരു വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 6,300 രൂപ. അടുത്ത ചോദ്യം. ഒരാൾ 7,500 രൂപ 4% നിരക്കിൽ 7,500 രൂപ 4% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? ഒരു വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു വർഷം കഴിയുമ്പം കൂട്ടുപലിശയായിട്ട് എത്ര രൂപ കിട്ടും എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് തന്നേക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് 7,500 ആണോ? പലിശ നിരക്ക് എത്രയാണ് തന്നേക്കുന്നത്? 4%. കാലയളവ് തന്നേക്കുന്നത് ഒരു വർഷം. ഓക്കെ, ഇനി അർദ്ധവാർഷികമായി കണക്കാക്കുന്നു എന്നല്ലേ. അപ്പൊ ഫസ്റ്റ് 6 months ഇങ്ങനെയൊന്നും എക്സാമിന് എഴുതണ്ട. ജസ്റ്റ് നോട്ട്ബുക്ക് ആയതുകൊണ്ട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് എഴുതി പോകുന്നു എന്ന് മാത്രം. സെക്കൻഡ് 6 months, അടുത്ത 6 മാസം. ഫസ്റ്റ് 6 months, സെക്കൻഡ് 6 months. ആദ്യത്തെ 6 മാസത്തെ പലിശ 7,500-ന്റെ 2%. കാരണം പലിശ നിരക്ക് നമ്മൾ എത്ര എടുക്കണ്ടേ? പലിശ നിരക്ക് നമ്മൾ പകുതി എടുക്കണ്ടേ ആണോ? 4% തന്നേക്കുന്ന 2% എടുത്ത് വേണം കണക്ക് ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ 6 മാസത്തെ പലിശ 7,500-ന്റെ 2% ആണോ? യെസ്. നമുക്കറിയാം 1% 75. അപ്പൊ 2% 150. സിമ്പിൾ അല്ലേ? 7,500-ന്റെ 1% 75. അപ്പൊ 2% 150. 150-ന്റെ 2% കാണണം. 150-ന്റെ 1% എന്ന് പറഞ്ഞാൽ 1.5. അപ്പൊ 2% എന്ന് പറഞ്ഞാൽ 1.5 × 2 3. 150-ന്റെ 1% 1.5.
അപ്പൊ 2% 3. അപ്പൊ 150ന്റെ 2% 3 150നോട് കൂട്ടുമ്പോൾ 153 എന്ന് വരും അല്ലേ. സോ നമ്മുടെ ആൻസർ 303 എന്ന് കിട്ടും. 303 നമ്മുടെ ആൻസർ 303. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം, 303. അപ്പൊ ഇതാണ് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. വ്യത്യാസം 6 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം, അതൊരു വ്യത്യാസം. ഇനി പലിശ നിരക്ക് എത്രയാണോ ചോദ്യത്തിൽ തരുന്നത് അതിന്റെ പകുതി എടുത്തേ നിങ്ങൾ കണക്ക് ചെയ്യാവുള്ളൂ. വേറെ മാറ്റങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ച് ചെയ്താണ്. നമുക്ക് പഠിക്കാം നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ്. ഹെഡിങ് എന്താ? ഹെഡിങ് പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. പാദവാർഷികമായി അല്ലെ, പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. ചോദ്യം വായിക്കാം. ഒരാൾ 50,000 രൂപ 12% നിരക്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. ശരി, അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 50,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് 12% കാലയളവ് തന്നിരിക്കുന്നത് 6 മാസം എന്നാണ് അല്ലേ. ഓക്കെ, എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കൂട്ടുപലിശ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ പാദവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അർദ്ധവാർഷികം എന്ന് പറയുമ്പം 6 മാസം ഇടവിട്ട് പലിശ കണക്കാക്കുന്നു. പാദവാർഷികം എന്ന് പറയുമ്പം 3 മാസം ഇടവിട്ട് പലിശ കണക്കാക്കും. അപ്പൊ 6 മാസത്തിനിടയ്ക്ക് 2 തവണ കണക്കാക്കേണ്ടി വരും പാദവാർഷികമാണെങ്കിൽ. ആണോ? ഒന്ന് ഫസ്റ്റ് 3 months അല്ലെ, ആദ്യത്തെ 3 മാസം ആകുമ്പോൾ ഒന്ന് കണക്കാക്കും, ഫസ്റ്റ് 3 months. അടുത്തത് സെക്കൻഡ് 3 months, അടുത്ത 3 മാസം ആകും അല്ലെ. അപ്പൊ ഫസ്റ്റ് 3 months ആൻഡ് സെക്കൻഡ് 3 months. ആദ്യത്തെ 3 മാസം പിന്നെ അടുത്ത 3 മാസം. ആദ്യത്തെ 3 മാസത്തെ പലിശ എങ്ങനെ കാണും മക്കളെ? അർദ്ധവാർഷികം ചെയ്തപ്പോൾ നമ്മൾ പലിശ നിരക്കിന്റെ പകുതി എടുത്തല്ലേ കണക്ക് ചെയ്തേ. പാദവാർഷികം ചെയ്യുമ്പോൾ പലിശ നിരക്കിന്റെ 4/1 എടുത്ത് വേണം കണക്ക് ചെയ്യാൻ. അതായത് തന്നിരിക്കുന്നത് 12% ആണെങ്കിൽ അതിന്റെ 4/1, അതായത് 12/4 = 3% കണക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട പലിശ നിരക്ക്. തന്നിരിക്കുന്ന എത്രയാണോ അതിന്റെ 4/1 എടുത്തിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് 12% /4. അർദ്ധവാർഷികം ചെയ്തപ്പോൾ /2 പകുതിയല്ലേ എടുത്തേ. പാദവാർഷികം ചെയ്യുമ്പോൾ /4 ചെയ്യണം. ബാക്കിയെല്ലാം ചെയ്യുന്നത് സെയിം. 2 വ്യത്യാസം. ഒന്ന് 3 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം. 2 പലിശ നിരക്കിന്റെ 4/1 എടുത്ത് കണക്ക് ചെയ്യണം. നമുക്ക് ചെയ്യാം. ആദ്യത്തെ 3 മാസത്തെ പലിശ 50,000-ന് 3%. 1% 500, 3% 1500. അടുത്ത 3 മാസത്തെ പലിശ കാണാൻ 1500-ന്റെ 3% കാണും. 1500-ന്റെ 1% 15, 3% 45 ആണോ? 1500-നോട് കൂട്ടുമ്പോൾ 1545. ശരിയല്ലേ? ഉത്തരം 3045 എന്ന് വരും. 3045. ഉത്തരം 3045 അല്ലേ. സോ ആൻസർ ഓപ്ഷൻ എ കറക്റ്റ്. ഒരാൾ 24,000 രൂപ 10% നിരക്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോ. എത്രയാ അയാള് നിക്ഷേപിക്കുന്നത്? 24,000 രൂപ ആണോ? പലിശ നിരക്ക് 10%. 6 മാസം കൊണ്ട് എത്ര രൂപ കൂട്ടുപലിശ കിട്ടും എന്നാണ് അയാൾ പാദവാർഷികമായി നിക്ഷേപിച്ചതാണ്. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ 3 മാസത്തെ അല്ലെ, ഫസ്റ്റ് 3 months, ആദ്യത്തെ 3 മാസത്തെ പലിശ എന്ന് പറയുന്നത്, ആദ്യത്തെ 3 മാസത്തെ പലിശ എന്ന് പറയുന്നത് 24,000-ന്റെ 2.5%. പാദവാർഷികം എന്ന് പറയുമ്പോൾ പലിശ നിരക്കിന്റെ 4/1 എടുക്കണം. 10-ന്റെ 4/1 2.5. അപ്പൊ 24,000-ന്റെ 2.5%.
2.5% കാണാൻ 10% 2400. 10% 2400 ആണെങ്കിൽ 5% 1200. 5% 1200 ആണെങ്കിൽ 2.5% 600. അപ്പൊ ആദ്യത്തെ 3 മാസത്തെ പലിശ 600 രൂപയാണ്. ചെയ്ത ലോജിക്ക് മനസ്സിലാക്കണം. ആദ്യത്തെ 6 മാസത്തെ പലിശ 600 രൂപ. 10% 24,000ന്റെ 10% 2400. അങ്ങനെയെങ്കിൽ 5% അതിന്റെ പകുതി 1200. എങ്കിൽ 2.5% അതിന്റെ പകുതി 600. ഇതാണ് ആദ്യത്തെ 3 മാസത്തെ പലിശ. ഓക്കെ, സെക്കൻഡ് 3 months അല്ലേ? അടുത്ത 3 മാസത്തെ പലിശ കാണണം. സെക്കൻഡ് 3 months, അടുത്ത 3 മാസത്തെ പലിശ എങ്ങനെ കാണും? 600ന്റെ 2.5% കാണണം. ആണോ? 600ന്റെ 10% 60, 5% 30, 2.5% 15. 600ന്റെ 2.5% 15 ആണ്. 600നോട് കൂട്ടുമ്പം നമുക്ക് 615 എന്ന് കിട്ടും അല്ലേ? അപ്പം ആകെ 6 മാസം കൊണ്ട് കിട്ടുന്നത് 1215 രൂപയാണ്. എത്രയാണ്? 1215 രൂപ. നമ്മുടെ ആൻസർ 1215. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 24,000, തന്നിരിക്കുന്ന പലിശ നിരക്ക് 10%, കാലയളവ് 6 മാസം. ഈ 10%ന്റെ 4/1, 2.5% എടുത്ത് വേണം കണക്ക് ചെയ്യാൻ. 3 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം. ആദ്യത്തെ 3 മാസത്തെ പലിശ 24,000ന്റെ 2.5%, 10% 2,400, 5% 1,200, 2.5% 600. അടുത്ത 3 മാസത്തെ പലിശ കാണാൻ 600ന്റെ 2.5% കണ്ടുപിടിച്ച് 600നോട് കൂട്ടണം. 600ന്റെ 10% 60, 5% 30, 2.5% 15. 600നോട് കൂട്ടുമ്പോൾ 615. സോ ആൻസർ 1215 എന്ന് കിട്ടും. ഒരു ചോദ്യോടെ നമുക്ക് ഈ മോഡൽ ചെയ്യാം. ചോദ്യം: ഒരാൾ 16,000 രൂപ 20% നിരക്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എങ്കിൽ 9 മാസം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? ഇവിടെ 1-2 വ്യത്യാസം. ഒന്ന്, കാലയളവ് 9 മാസം എന്നാണ്, പാദവാർഷികമായാണ് നിക്ഷേപിക്കുന്നത്. 16,000 രൂപയാണ്, 20% പലിശ നിരക്ക്. നമുക്ക് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ട് 16,000 ആണോ? പലിശ നിരക്ക് 20%. ഓക്കെ, കാലയളവ് എന്ന് പറഞ്ഞാൽ 9 മാസം അല്ലേ? 9 മാസമാണ്. പലിശ നിരക്ക് തന്നിരിക്കുന്നതിന്റെ പകുതി എടുക്കണം. 20ന്റെ 4/1 എന്ന് പറഞ്ഞാൽ 5%. 20/4 5%. ഓക്കെ, 9 മാസം നിക്ഷേപിച്ചാൽ 3 മാസം ഇടവിട്ട് 3 തവണ കണക്കാക്കണം. അപ്പോൾ ഫസ്റ്റ് 3 months ആദ്യത്തെ 3 മാസത്തെ കാണണം. ആണോ? ഫസ്റ്റ് 3 months. അടുത്തത് സെക്കൻഡ് 3 months, അടുത്ത 3 മാസം അല്ലേ? അടുത്തത് തേർഡ് 3 months, അടുത്ത 3 മാസം. ആണോ? ആദ്യം 3 മാസം, അടുത്ത 3 മാസം, അടുത്ത 3 മാസം. ആദ്യ 3 മാസത്തെ പലിശ 16,000ന്റെ 5%. 10% 1,600, 5% 800. 10% 1,600, 5% 800. അടുത്ത 3 മാസത്തെ പലിശ കാണാൻ 800ന്റെ 5% കാണണം. 800ന്റെ 10% 80, 5% 40. അത് 800നോട് കൂട്ടണം, 840. ഇതാണ് അടുത്ത 3 മാസത്തെ പലിശ. അടുത്ത 3 മാസത്തെ പലിശ കാണാൻ 840ന്റെ 5% കാണണം. 10% 84, 5% 42. അത് 840നോട് കൂട്ടണം, 882 അല്ലേ? സോ ഇത് 3 കൂട്ടുന്നതാണ് 9 മാസം കൊണ്ട് കിട്ടുന്ന പലിശ. ആണോ? ആൻസർ 2,522. 2,522 എന്ന് വരും. 2,522 കണ്ടോ? അപ്പൊ ചെയ്തത് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ 9 മാസത്തേന് നിക്ഷേപിച്ചു എന്നാ.
9 മാസത്തേന് നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ 3 തവണ കണക്കാക്കണം. ഒന്ന് ആദ്യത്തെ 3 മാസം ആകുമ്പോൾ ഒന്ന്, അടുത്ത 3 മാസം ആകുമ്പോൾ ഒന്ന്, അടുത്ത 3 മാസം ആകുമ്പോൾ ഒന്ന്. ആണോ? ഇനി തന്നിരിക്കുന്ന പലിശ നിരക്ക് 20%, അതിൻ്റെ 4/1 എടുക്കുമ്പോൾ 5% ഇട്ട് വേണം കണക്ക് ചെയ്യാൻ. ആദ്യത്തെ 3 മാസത്തെ പലിശ 16,000-ന്റെ 5%, 10% 1,600, 5% 800. അടുത്ത 3 മാസത്തെ പലിശ കാണാൻ 800-ന്റെ 5% കാണണം. 10% 80, 5% 40 അല്ലേ? അത് 800-നോട് കൂട്ടുന്നതാണ് അടുത്ത 3 മാസത്തെ പലിശ 840. അടുത്ത 3 മാസത്തെ പലിശയാണ് 840-ന്റെ 5% കാണണം. 10% 84, 5% 42, 840-നോട് കൂട്ടുമ്പോൾ 882. ആദ്യത്തെ 3 മാസത്തെ, അടുത്ത 3 മാസത്തെ, അടുത്ത 3 മാസത്തെയും കൂട്ടുമ്പോൾ 2522 കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ 9 മാസം എന്ന് പറയുമ്പോൾ ചെയ്യുന്നത്. മാക്സിമം 9 മാസമൊക്കെ വരുള്ളൂ, 9 മാസം പോലും വരില്ല. 6 മാസമാണ് പാദവാർഷികമാണെങ്കിൽ എപ്പോഴും കാണുന്നത്. 9 മാസം വന്നാൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു വാർഷികമായി എങ്ങനെ കൂട്ടുപലിശ കണക്കാക്കണം എന്നത്, അർദ്ധവാർഷികമായി എങ്ങനെ കൂട്ടുപലിശ കണക്കാക്കണം എന്നത്, അതുപോലെ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി അല്ലേ. വാർഷികം എന്ന് പറയുമ്പം ഓരോ വർഷം ഇടവിട്ട് പലിശ കണക്കാക്കും. അർദ്ധവാർഷികം എന്ന് പറയുമ്പം 2 വ്യത്യാസം. 6 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം. പലിശ നിരക്കിന്റെ പകുതി എടുത്ത് കണക്ക് ചെയ്യണം. പാദവാർഷികം എന്ന് പറയുമ്പോൾ 3 മാസം ഇടവിട്ട് പലിശ കണക്കാക്കണം. പലിശ നിരക്കിന്റെ 4/1 എടുത്ത് കണക്ക് ചെയ്യണം. എന്താണ് ഈ ടൈപ്പിലെ പ്രത്യേകത? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ചോദ്യം: ഒരാൾ 2,800 രൂപ 10% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? 1.5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. അപ്പോൾ ഒരാൾ 2,800 രൂപ 10% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോണേ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് 2,800. ശരി. പലിശ നിരക്ക് എത്രയാ? പലിശ നിരക്ക് 10%. ഓക്കെ. കാലയളവ് എത്രയാ? കാലയളവ് 1.5 വർഷം. എങ്കിൽ 1.5 വർഷം കൊണ്ട് ലഭിക്കുന്ന കൂട്ടുപലിശ കാണണം അല്ലേ. അപ്പൊ 2,800 ആണ് നിക്ഷേപിച്ചേക്കുന്നത്, 10% നിരക്കിലാണ് നിക്ഷേപിച്ചത്. 1.5 വർഷം കൊണ്ട് എത്ര പലിശ കിട്ടുന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന സംശയം ഇതാ, സാറേ 1.5 വർഷം എന്ന് പറയുമ്പോൾ വാർഷികമായിട്ടാണോ കണക്ക് ചെയ്യേണ്ടത്, അർദ്ധവാർഷികമായിട്ടാണോ കണക്ക് ചെയ്യേണ്ടത്? അതായത് ആദ്യം വാർഷികം അല്ലെങ്കിൽ അർദ്ധവാർഷികമാണോ? എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്? ഇതാണ് ആദ്യത്തെ ഡൗട്ട്. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളുവെങ്കിൽ വാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കേണ്ടത്. കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളുവെങ്കിൽ വാർഷികമായിട്ട് വേണം കൂട്ടുപലിശ കണക്കാക്കാൻ. കേൾക്കുന്നുണ്ടോ? ഇവിടെ കൂട്ടുപലിശ കണക്കാക്കുക എന്നേ ഉള്ളൂ, അപ്പൊ വാർഷികമായിട്ട് ചെയ്യണം. ഇനി ആദ്യം കുറെ നാൾ വാർഷികം, പിന്നെ അർദ്ധവാർഷികം, ആ പരിപാടി ഇല്ല. വാർഷികമാണെങ്കിൽ എപ്പോഴും വാർഷികം. അപ്പൊ ഒരു കാര്യം തീരുമാനമായി, ഇവിടെ വാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കേണ്ടത്. പിന്നെ അവിടെ അർദ്ധവാർഷികം എന്ന് പറഞ്ഞിട്ടില്ല, എടുത്തു പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വാർഷികമായി കണക്കാക്കുന്ന രീതി നമുക്കറിയാം. ആദ്യത്തെ വർഷത്തെ പലിശ കാണണം അല്ലേ. ആദ്യത്തെ വർഷത്തെ പലിശ 2,800-ന്റെ 10% ആണോ? 2,800-ന്റെ 10% 250 രൂപ. ഇതാണ് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് മാത്രം കിട്ടുന്ന പലിശ. ഇനി ഈ ബാങ്കിൽ പലിശ കണക്കാക്കുന്ന അടുത്ത വർഷമാണ് ആണോ? 2ാമത്തെ വർഷം എത്ര രൂപ പലിശ കിട്ടുന്ന കണ്ടുപിടിക്കാം. ആദ്യത്തെ വർഷത്തെ പലിശ 250, അതിന്റെ 10% കണ്ടു. 250-ന്റെ 10% 28 ആണ്. അത് 250-നോട് കൂട്ടുമ്പം 250 + 28 308 എന്ന് കിട്ടും. 250 + 28 308 എന്ന് കിട്ടും. ഇതാണ് 2ാമത്തെ വർഷത്തെ പലിശ 308. ഇതാണ് 2ാമത്തെ വർഷത്തെ പലിശ 308 അല്ലെ. ഇനി നമുക്കറിയാം 2ാമത്തെ വർഷം മുഴുവൻ ബാങ്കിൽ ഇട്ടായിരുന്നെങ്കിലാണ് അവർ 308 രൂപ പലിശ തരുന്നത്. നമ്മൾ 2ാമത്തെ വർഷം മുഴുവൻ ബാങ്കിൽ ഇട്ടില്ല, 1.5 വർഷത്തേന് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ 2ാമത്തെ വർഷം പകുതിയായപ്പോൾ എടുത്തുകൊണ്ട് പോയെന്നാ.
അപ്പം മുഴുവൻ ഇട്ടായിരുന്നെങ്കിൽ 308 കിട്ടിയേനെ, പകുതിയെ ഇട്ടുള്ളൂ, അതുകൊണ്ട് 308ന്റെ പകുതിയെ തരുള്ളൂ. 308ന്റെ പകുതി 154 ആണോ? അപ്പൊ ആദ്യത്തെ ഒരു വർഷത്തെ 280 കിട്ടും അല്ലെ, അടുത്ത അരവർഷത്തെ 154 കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പം 280 പ്ലസ് 154 434 കിട്ടും. ഇതാണ് നമുക്ക് 1.5 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ. ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ഇതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, 1.5 വർഷം എന്ന് പറയുമ്പോൾ അർത്ഥവാർഷികമാണെന്ന് വിചാരിക്കരുത്, ചോദ്യത്തിൽ പറയണം. ഇനി ആദ്യത്തെ ഒരു വർഷം വാർഷികം, പിന്നെ അടുത്ത 6 മാസം അർത്ഥവാർഷികം, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ടത് വാർഷികമായി കണക്കാക്കുക. ആദ്യത്തെ വർഷത്തെ കണ്ടു, ഓക്കെ, രണ്ടാമത്തെ വർഷത്തെ കണ്ടു. ഇനി രണ്ടാമത്തെ വർഷം മുഴുവൻ ഇട്ടില്ല, മുഴുവൻ ഇട്ടായിരുന്നെങ്കിൽ 308 കിട്ടിയേനെ, രണ്ടാമത്തെ വർഷത്തിന്റെ പകുതി കിട്ടുള്ളൂ, അതുകൊണ്ട് 308ന്റെ പകുതിയെ തരുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു വർഷം മുഴുവൻ ഇട്ടായിരുന്നു, അതുകൊണ്ട് 280 തരും, അടുത്ത പകുതി 154 തരും, രണ്ടും കൂട്ടുമ്പം 434 രൂപയാണ് 1.5 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ. ഇതേ മോഡല് ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരാൾ 10,000 രൂപ 10% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ 2.25 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എത്ര? മക്കളെ, എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്? ഈ ചോദ്യത്തിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% അല്ലേ? കാലയളവ് 2.25 വർഷത്തേനാണ് നിക്ഷേപിച്ചേക്കുന്നത് അല്ലേ? 2.25 വർഷം. 2.25 വർഷം കൊണ്ട് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ വാർഷികമാണോ, അർദ്ധവാർഷികമാണോ, പാദവാർഷികമാണോ? ഇവിടെ കണക്കാക്കേണ്ടത് എങ്ങനെയാ? വാർഷികമാണ്. കാരണം എന്താ? കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ചോദ്യത്തിലുള്ളൂ. കൂട്ടുപലിശ കണക്കാക്കുക എന്ന് പറയുമ്പം അത് വാർഷികമായിട്ടാണ് കണക്കാക്കേണ്ടത്. അർദ്ധവാർഷികമോ പാദവാർഷികമോ ആണെങ്കിൽ പറയണമായിരുന്നു, ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ വാർഷികത്തിന്റെ പ്രത്യേകത ഓരോ വർഷം ഇടവിട്ട് പലിശ കണക്കാക്കും. ആദ്യത്തെ വർഷം ഒന്ന് പലിശ കണക്കാക്കും, രണ്ടാമത്തെ വർഷം പലിശ കണക്കാക്കും, മൂന്നാമത്തെ വർഷം പലിശ കണക്കാക്കും. ഇങ്ങനെ ഓരോ വർഷം ഇടവിട്ട് പലിശ കണക്കാക്കും. ആദ്യത്തെ വർഷത്തെ പലിശ 10,000 രൂപയുടെ എത്ര ശതമാനം? 10%. എത്രയാ അത്? 1000 ആണ് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ, 1000 രൂപ. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ ഈ 1000ന്റെ 10% കാണണം. എത്രയാ? 100. അത് 1000നോട് കൂട്ടണം. 1100 ആണ് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. മൂന്നാമത്തെ വർഷം കിട്ടുന്ന പലിശ കാണാൻ 1100ന്റെ 10% കാണണം, 110. 1100നോട് കൂട്ടണം 1210 രൂപ. 1210 രൂപ അല്ലേ? നമുക്കറിയാം ഇയാൾ 2.25 വർഷത്തേനാണ് നിക്ഷേപിച്ചത്. അപ്പം ഒന്നാമത്തെ വർഷം മുഴുവൻ ആ എമൗണ്ട് ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത്തെ വർഷത്തെ പലിശ മുഴുവൻ കിട്ടും. രണ്ടാമത്തെ വർഷം മുഴുവൻ ആ എമൗണ്ട് ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശയും മുഴുവൻ കിട്ടും. പക്ഷേ മൂന്നാമത്തെ വർഷം മുഴുവൻ ഇട്ടാലാണ് 1210 രൂപ പലിശ തരുന്നത്. 2.25 എന്ന് പറയുമ്പം മൂന്നാമത്തെ വർഷത്തിന്റെ 1/4 ഭാഗമേ ബാങ്കിൽ എമൗണ്ട് ഇട്ടുള്ളൂ. അതുകൊണ്ട് 1210ന്റെ 4/1 പലിശ തരത്തുള്ളൂ അല്ലേ? എത്ര കിട്ടും? 302.5 ആണ് നമുക്ക് കിട്ടുന്ന പലിശ ആ 1/4 വർഷം കൊണ്ട്. അപ്പൊ ആദ്യത്തെ വർഷത്തെ മുഴുവൻ 1000, അടുത്ത വർഷത്തെ മുഴുവൻ 1100, ഇനി 1/4 വർഷത്തെ 302.5. എല്ലാം കൂടെ കൂട്ടുമ്പം 1000 പ്ലസ് 1100 പ്ലസ് 302.5 അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും മക്കളെ? ആൻസർ 2402.5 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? ഇതാണ് ഇങ്ങനെ 2.25 2.5 1.25 1.5 എന്നൊക്കെ പറയുമ്പോൾ ചെയ്യേണ്ട രീതി. അപ്പൊ ഒന്നുകൂടെ പറയാം. 2.25 വർഷത്തെ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ പലിശ, രണ്ടാമത്തെ വർഷത്തെ പലിശ, മൂന്നാമത്തെ വർഷം എത്ര പലിശ കിട്ടുമോ അതിന്റെ 4/1. മൂന്നാമത്തെ വർഷത്തെ പലിശ 1210 രൂപയാണ്, അതിന്റെ 4/1 എടുക്കണം, അതായത് 302.5 രൂപ.
അപ്പം 2.25 വർഷം കൊണ്ട് കിട്ടുന്നത് ഒന്നാമത്തെ വർഷത്തെ 1000, രണ്ടാമത്തെ വർഷത്തെ 1100, മൂന്നാമത്തെ വർഷത്തെ 300, മൂന്നാമത്തെ വർഷത്തെ അല്ല, മൂന്നാമത്തെ വർഷത്തിന്റെ 4/1 302.5, ആകെ 2402.5. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ചെയ്യുന്ന ടെക്നിക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കാലയളവ് കാണാനുള്ള ചോദ്യമാണ്. കാലയളവ് കാണാൻ. അപ്പൊ അതിന്റെ ഹെഡിങ് കാലയളവ് കാണാൻ എന്ന് കൊടുത്തോളുക. 5ാമത്തെ ടൈപ്പ് കാലയളവ് കാണാൻ. 5ാമത്തെ ടൈപ്പ് കാലയളവ് കാണാൻ. ചോദ്യം: എത്ര വർഷം കൊണ്ട് 4000 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 4410 രൂപയാകും? ഇതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ ചോദിച്ചേക്കുന്നത് എത്ര വർഷം കൊണ്ട്, അല്ലെ? എത്ര വർഷം കൊണ്ടാണ് 4000 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 4410 രൂപയാകുന്നത്? ശരി, നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് 4000 ആണ്, അല്ലെ? ഈ 4000 4410 രൂപയാകുക എന്ന് പറഞ്ഞാൽ 410 രൂപ പലിശ കിട്ടുക എന്നാണ് അർത്ഥം, അല്ലെ? 4000 4410 രൂപയാകുക എന്ന് പറഞ്ഞാൽ 410 രൂപ പലിശ കിട്ടുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി പലിശ നിരക്ക് 5% ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന് എത്ര കാലയളവ് എടുക്കും, എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഒന്നുകൂടെ നോക്കാം. 4000 രൂപയ്ക്ക് 410 രൂപ പലിശ കിട്ടാൻ, 4000 രൂപയ്ക്ക് 410 രൂപ പലിശ കിട്ടാൻ 5% നിരക്കിൽ എത്ര വർഷം വേണം? 4000 രൂപയ്ക്ക് 410 രൂപ പലിശ കിട്ടാൻ 5% നിരക്കിൽ എത്ര വർഷം വേണം? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ വർഷത്തെ പലിശ എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അതിനാവശ്യമായ വാല്യൂസ് എല്ലാം ചോദ്യത്തിലുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, പലിശ നിരക്കുണ്ട്. ആദ്യത്തെ വർഷത്തെ പലിശ 4000ന്റെ 5%. 4000ന്റെ 10% 400, 5% 200. നമുക്കൊരു കാര്യം അറിയാം, രണ്ടാമത്തെ വർഷത്തെ പലിശ അത് 200 സംതിങ്, അല്ലെ? ആദ്യത്തെ വർഷത്തെ പലിശ 200 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ എന്താണ്? 200 സംതിങ്. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മനക്കണക്കായിട്ട് എടുത്താൽ മതി. അപ്പൊ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 400 സംതിങ്. അപ്പൊ 410 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം വേണം? 2 വർഷം വേണം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ട, ഏകദേശ വാല്യൂ വെച്ച് ഇപ്പൊ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 4000 രൂപ 4410 രൂപയായിട്ട് മാറണം എന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതായത് 410 രൂപ പലിശ കിട്ടണം 5% പലിശ നിരക്കിൽ. അതിന് എത്ര വർഷം വേണമെന്നാണ് മക്കളെ? ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ ചെയ്തത് ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടു. ആദ്യത്തെ വർഷത്തെ പലിശ എനിക്ക് 200 കിട്ടി എങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ 200-നേക്കാൾ കുറച്ച് കൂടുതൽ, 200 സംതിങ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 2 വർഷം കൊണ്ട് 400 സംതിങ് പലിശ കിട്ടുന്നുണ്ട്. അപ്പം 410 രൂപ പലിശ കിട്ടാൻ 2 വർഷം മതി. അത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട, ഏകദേശ കണക്കെടുത്താൽ മതി. ആദ്യത്തെ വർഷം 200 ആണ്, രണ്ടാമത്തെ വർഷം 200 മിച്ചം, അപ്പൊ 200 സംതിങ്. അപ്പൊ 2 വർഷം കൊണ്ട് 400 സംതിങ്, 3 വർഷം കൊണ്ട് 600 സംതിങ്, 4 വർഷം കൊണ്ട് 800 സംതിങ്. അങ്ങനെ ഏകദേശ കണക്കെടുത്തങ്ങ് ചെയ്താൽ മതി. കാരണം ഓപ്ഷൻ എപ്പോഴും 1 വർഷം, 2 വർഷം, 3 വർഷം ഇങ്ങനെ കംപ്ലീറ്റ് ഇയർ ആയിട്ടേ തരത്തുള്ളൂ. അല്ലാതെ 2 വർഷം 3 മാസം, 4 വർഷം 2 മാസം അങ്ങനെ ഓപ്ഷൻ തരില്ല. അപ്പൊ എക്സാക്ട് വാല്യൂ കണ്ടുപിടിച്ച് സമയം കളയണ്ട, ഏകദേശ വാല്യൂ എടുത്ത് കണക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് പോലെ എഴുതി വെച്ച് കാലയളവ് കാണാൻ, കൂട്ടുപലിശ നിരക്കിൽ കാലയളവ് കാണാൻ ആദ്യ വർഷത്തെ പലിശ കണ്ടതിന് ശേഷം കമ്പയർ ചെയ്ത് നോക്കുക എന്ന് എഴുതി വെക്കുക. കൂട്ടുപലിശ നിരക്കിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യ വർഷത്തെ പലിശ കാണുക, എന്നതിന് ശേഷം കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ആദ്യ വർഷത്തെ പലിശ 200 രൂപയാണ്, അപ്പോൾ 410 രൂപ പലിശ കിട്ടാൻ 2 വർഷം. ഇവിടെ ആദ്യ വർഷത്തെ പലിശ 200 രൂപയാണ്, അപ്പോൾ 410 രൂപ പലിശ കിട്ടാൻ 2 വർഷം. 1-2 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. മുന്നോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എത്ര വർഷം കൊണ്ട് 32,000 രൂപയ്ക്ക് 5% കൂട്ടുപലിശ നിരക്കിൽ
5044 രൂപ പലിശ ലഭിക്കും അല്ലെ. എത്ര വർഷം കൊണ്ട്? 32,000 രൂപയ്ക്ക് ആണോ? 32,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 5044 രൂപ പലിശ ലഭിക്കും അല്ലെ. 32,000 എന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ആണോ? ഈ 32,000 രൂപയ്ക്ക് 5044 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണം? പലിശ നിരക്ക് 5% അവര് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു ആദ്യ വർഷത്തെ പലിശ കാണണം അല്ലെ. ആദ്യ വർഷത്തെ പലിശ 32,000ന്റെ 5%. 10% 3,200. അപ്പൊ 5% 1,600. ശരിയല്ലേ? ഇതാണ് ആദ്യത്തെ വർഷത്തെ പലിശ. ഇത് കിട്ടിയാൽ ഇനി കമ്പയർ ചെയ്ത് നോക്കണം. എനിക്ക് ഏകദേശം 5,044 5000 രൂപ പലിശ കിട്ടണം. ആദ്യത്തെ വർഷം 1,600 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ 1,600 സംതിങ് ആണോ? ഇപ്പൊ 2 വർഷമായി 3,200 പലിശയായി. നമുക്ക് 5,044 വേണം. അപ്പൊ വീണ്ടും ഒരു വർഷം കൂടെ. മൂന്നാമത്തെ വർഷത്തെ പലിശ വീണ്ടും 1,600 സംതിങ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ സമയം വേസ്റ്റ് ആവും. കണ്ടുപിടിക്കാൻ പോകരുത്, ഇങ്ങനെ സംതിങ് എന്ന് എടുത്തു പോയാൽ മതി. അപ്പൊ 3 വർഷം കൊണ്ട് നിങ്ങൾ നോക്കിയേ 4,800 സംതിങ് പലിശയായി. നമുക്ക് 5,044 അല്ലേ വേണ്ടത്? ഒരു 244 വ്യത്യാസം അല്ലേ ഉള്ളൂ. അത് ഇവിടെ സംതിങ് ഉണ്ട്, ഇവിടെ സംതിങ് ഉണ്ട്. ആ 244 അവിടെ നികന്നു പൊക്കോളും അല്ലേ. അപ്പം എത്ര വർഷം വേണമെന്ന് മനസ്സിലാക്കാം? 3 വർഷം വേണമെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയട്ടെ. എനിക്ക് 32,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുണ്ട്. ഇതിന് 5,044 രൂപയാണ് പലിശയായിട്ട് കിട്ടേണ്ടത് ആണോ? 32,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുണ്ട്. ഇതിന് 5,044 രൂപ പലിശയായിട്ട് ലഭിക്കണം. എങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ കാണണം. 32,000ന്റെ 5%. 1,600 ആദ്യത്തെ വർഷത്തെ പലിശ. രണ്ടാമത്തെ വർഷത്തെ പലിശ 1,600-നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് 1,600 സംതിങ് എന്ന് എടുത്ത് കണ്ടുപിടിക്കാൻ പോയില്ല. ഓക്കെ, 2 വർഷം കഴിഞ്ഞപ്പോൾ 1,600 സംതിങ് 3,200 സംതിങ്ങേ ആയിട്ടുള്ളൂ. എനിക്ക് 5,044 വേണം. ആയോ? ഇല്ല. വീണ്ടും ഒരു വർഷം കൂടെ നിക്ഷേപിച്ചാൽ വീണ്ടും ഒരു 1,600 സംതിങ് കിട്ടും. അപ്പൊ 3 വർഷമായി കൂട്ടുമ്പോൾ 4,800 സംതിങ് വന്നു. 5,044 ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു വർഷം കൂടെ വന്നാൽ ഇത് കഴിഞ്ഞു പോകും അല്ലെ. അപ്പൊ 2 വർഷം അല്ല, 4 വർഷവും അല്ല, പിന്നെ 5,044 ചേർന്ന് വരുന്നത് 3 വർഷമാണ്. അപ്പൊ എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ ആൻസർ 3 വർഷം എന്ന് കിട്ടും. ഇങ്ങനെയാണ് കാലയളവിന്റെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. കാലയളവിന്റെ എത്ര വർഷം കൊണ്ട് മക്കളെ, എത്ര വർഷം കൊണ്ട് 35,000 രൂപയ്ക്ക് 2% പലിശ നിരക്കിൽ കൂട്ടുപലിശ നിരക്കിൽ 1,414 രൂപ പലിശ ലഭിക്കും? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 35,000 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ശരിയാണോ? പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2% നമുക്ക് പലിശ കിട്ടേണ്ടത് 1,414. അതിന് എത്ര വർഷം വേണ്ടി വരും എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന് എത്ര വർഷം വേണ്ടി വരും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് കൂട്ടുപലിശയുടെ ചോദ്യം, അതിൽ കാലയളവ് കാണാൻ. കൂട്ടുപലിശയുടെ ചോദ്യത്തിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ ആദ്യ വർഷത്തെ പലിശ കാണണം. ആദ്യ വർഷത്തെ പലിശ 35,000 രൂപയുടെ 2%. 1% 350. അപ്പൊ 2% 700. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 700 രൂപ. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ 700 സംതിങ് എന്നെടുക്കാം. ചെയ്ത് നോക്കണ്ട. ആദ്യത്തെ വർഷം 700 രണ്ടാമത്തെ വർഷം 700 സംതിങ്. 2 വർഷം കൊണ്ട് കിട്ടുന്നത് 1,400 സംതിങ് അല്ലേ. നമുക്ക് വേണ്ടത് 1,414 അല്ലേ. അപ്പൊ 1,414 രൂപ പലിശ കിട്ടാൻ 2 വർഷം മതി എന്ന് മനസ്സിലാക്കാം. മക്കളെ, ഇവിടെ ആദ്യത്തെ വർഷത്തെ പലിശ 700. അപ്പൊ രണ്ടാമത്തെ വർഷം 700 സംതിങ്. 2 വർഷം കൊണ്ട് 1,400 സംതിങ്. 1,414 രൂപ പലിശ കിട്ടാൻ 2 വർഷം. അടുത്തത് 6ാമത്തെ ടൈപ്പിൽ നമ്മൾ പഠിക്കുന്നത് പലിശ നിരക്ക് കാണാനാണ്. പലിശ നിരക്ക് കാണാൻ. ഓക്കെ, ഹെഡിങ് ആയിട്ട് എഴുതിക്കോണം. പലിശ നിരക്ക് കാണാൻ. കാലയളവ് കാണാൻ എന്താ മക്കളെ ചെയ്യണ്ടേ?
തൊട്ടു മുൻപ് പഠിച്ചു കാലയളവ് കാണാൻ ആദ്യ വർഷത്തെ പലിശ കണ്ടതിന് ശേഷം കമ്പയർ ചെയ്ത് നോക്കണം എന്ന് നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. കൂട്ടുപലിശയുടെ ചോദ്യത്തിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ വേഗം ആദ്യ വർഷത്തെ പലിശ കണ്ടുപിടിക്കുക, എന്നിട്ട് കമ്പയർ നോക്കുക. കാരണം ഓപ്ഷൻസ് എപ്പോഴും കംപ്ലീറ്റ് ഇയർ ആയിട്ട് തരാറുള്ളൂ. അപ്പൊ എക്സാക്ട് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, ഏകദേശ വാല്യൂ വെച്ച് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി പലിശ നിരക്ക് കാണാനാണ് ഈ 6ാമത്തെ ടൈപ്പിൽ പഠിക്കുന്നത്. ഇവിടെ ചോദ്യം വായിക്കുക ആദ്യം. 2500 രൂപ കൂട്ടുപലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 2704 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം? അപ്പൊ കൂട്ടുപലിശയുടെ ചോദ്യമാണ്, അതിൽ പലിശ നിരക്ക് കാണാനാണ് ക്വസ്റ്റ്യൻ. കൂട്ടുപലിശയുടെ ചോദ്യമാണ്, അതിൽ പലിശ നിരക്ക് കാണാനാണ് ചോദ്യം. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് 2500, കാലയളവ് 2 വർഷം, ശരിയാണോ? 2 വർഷം കൊണ്ട് 2704 രൂപയായി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എത്രയാ മക്കളെ, 204 രൂപയാണ് പലിശ കിട്ടിയത്. അപ്പൊ 2500 എന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 2500-ന് 2 വർഷം കൊണ്ട് 204 രൂപ പലിശ കിട്ടാൻ പലിശ നിരക്ക് എത്രയായിരിക്കണം എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ 2500 രൂപയ്ക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 2500, എനിക്ക് 204 രൂപ പലിശ കിട്ടണം 2 വർഷം കൊണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ പലിശ നിരക്ക് എത്ര? അപ്പൊ ഞാൻ പറയാം, ടൈപ്പ് 6 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ വെച്ച് വേണം ചെയ്യാൻ. കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ പലിശ നിരക്ക് കാണാൻ ചോദിച്ചാൽ ഓപ്ഷൻ വെച്ച് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾ പഠിക്കണം. കൂട്ടുപലിശയുടെ ചോദ്യമാണോ, പലിശ നിരക്ക് കാണാനാണോ ചോദ്യം എങ്കിൽ ഓപ്ഷൻ ഓരോന്നും കമ്പയർ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തണം. എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 3% പലിശ നിരക്കാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി 3% പലിശ നിരക്ക് എടുത്ത് ചെയ്താൽ 2500 രൂപയ്ക്ക് 2 വർഷം കൊണ്ട് 204 രൂപ പലിശ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാം. 3% ആയിരുന്നു പലിശ നിരക്കെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 2500-ന്റെ 3%. 1% 25, 3% 75. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 75 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ 75 സംതിങ് ആയിരിക്കും. 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 150 സംതിങ് ആണ്. നമുക്ക് വേണ്ടത് 204 രൂപയാണ് പലിശ, ഇത് 150 സംതിങ് ആണ്. അപ്പൊ ഇത് പോരാ അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. നമ്മുടെ ഓപ്ഷൻ ബി എത്രയാ? ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത് 5% എന്നാ. ഓക്കെ, പലിശ നിരക്ക് 5% ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 2500-ന്റെ 5%. 10% 250, 5% 125. ആദ്യത്തെ വർഷത്തെ പലിശ 125 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ അപ്രോക്സിമേറ്റ്ലി 125 സംതിങ്. അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് എനിക്ക് 250 സംതിങ് പലിശ കിട്ടും. എനിക്ക് 204 മതി പലിശ. അപ്പം ഇതുമല്ല പലിശ നിരക്ക്, ഇതുമല്ല പലിശ നിരക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി നോക്കാം അല്ലേ. ഓപ്ഷൻ സി എത്രയാ മക്കളെ? ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് 4% പലിശ നിരക്കെന്ന. പലിശ നിരക്ക് 4% ആയിരുന്നു എങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2500-ന്റെ 4%. 1% 25, 4% 100. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 100 സംതിങ്. അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 200 സംതിങ്. നമുക്ക് വേണ്ടത് 204. ശരിയായി അതിനോട് ചേർന്ന് വന്നു എങ്കിൽ പലിശ നിരക്ക് എത്രാന്ന് കിട്ടും? പലിശ നിരക്ക് 4% എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെയാണ് ഓപ്ഷൻ കമ്പയർ ചെയ്ത് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി. ഇത് അറിഞ്ഞിരിക്കണം, ഇത് പഠിച്ചിരിക്കണം. നേരെ ഉത്തരം മാത്രമല്ല നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ടത്. നമ്മൾ എങ്ങനെയാ ഓപ്ഷൻ എ കമ്പയർ ചെയ്ത് ഉത്തരം അതല്ല എന്ന് മനസ്സിലാക്കിയത് എഴുതണം. എങ്ങനെയാ നമ്മൾ ഓപ്ഷൻ ബി കമ്പയർ ചെയ്ത് ഉത്തരം അതല്ലെന്ന് മനസ്സിലാക്കിയത് എഴുതണം. എങ്ങനെയാണ് ഓപ്ഷൻ സി കമ്പയർ ചെയ്ത് അതാണ് ഉത്തരം എന്ന് മനസ്സിലാക്കിയത് അത് എഴുതണം. ഇങ്ങനെ വേണം എഴുതാൻ. അപ്പൊ ചെയ്ത രീതിയും കൂടെ എഴുതണം.
അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. പലിശ നിരക്ക് കാണാൻ, കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ പലിശ നിരക്ക് കാണാൻ നിങ്ങൾ ഓപ്ഷൻ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഓപ്ഷനാണ് ശരിയാവുന്നതെന്ന് നോക്കണം. ഓപ്ഷൻ വെച്ച് ചെയ്യണം എന്ന് എഴുതി വെച്ചോണം അത്. അപ്പൊ അത് മൈൻഡിലുണ്ടായിരിക്കണം. ഇതേ മോഡല് 1-2 ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8,000 രൂപ നിക്ഷേപിച്ചു. ഇത് 2 വർഷം കൊണ്ട് 9,680 രൂപയായാൽ പലിശ നിരക്ക് എത്ര? ഓക്കെ, അപ്പൊ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8,000 രൂപ നിക്ഷേപിച്ചു. ഇത് 2 വർഷം കൊണ്ട് 9,680 രൂപയായി മാറി എങ്കിൽ പലിശ നിരക്ക് എത്ര? 8,000 രൂപ 9,680 രൂപയായി പലിശ നിരക്ക് എത്ര? മക്കളെ, എത്ര രൂപ പലിശ കിട്ടി? എത്ര രൂപ പലിശ കിട്ടിയെന്ന് ചോദിച്ചാൽ 1,680 രൂപയാണ് കിട്ടിയ പലിശ. 1,680 രൂപ. അപ്പൊ 8,000 രൂപയ്ക്ക്, സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, ശരിയല്ലേ? സോ 8,000 രൂപയ്ക്ക് 9,680 രൂപയായെന്ന് പറഞ്ഞാൽ 1,680 രൂപ പലിശ കിട്ടിയെന്ന അല്ലേ? എത്ര വർഷം കൊണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 2 വർഷം കൊണ്ട്. പലിശ നിരക്ക് എത്രയായിരിക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ കൂട്ടുപലിശയുടെ ചോദ്യത്തിൽ പലിശ നിരക്ക് കാണാൻ ചോദിച്ചാൽ ഓപ്ഷൻ വെച്ച് ചെയ്യണം. ഓപ്ഷൻ എ എത്ര മക്കളെ? 6% അല്ലെ? 6% ആയിരുന്നു പലിശ നിരക്കെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ എത്രയായിരിക്കും? 8,000 അല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട്? 8,000ന്റെ 6%. 1% 80. അപ്പൊ 6%, 6 8 48, 480. ആദ്യത്തെ വർഷത്തെ പലിശ 480. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ എന്തായിരിക്കും? 480 സംതിങ്. അപ്പൊ 2 വർഷം കൊണ്ട് കിട്ടുന്നത് 960 സംതിങ്. നമുക്ക് 1,680 പലിശ വേണം. നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ഓപ്ഷൻ എ 6% ആണോ? അല്ല. അപ്പൊ ഞാൻ നേരെ 8% ചെയ്യാതെ 10% ഒന്ന് ചെയ്ത് നോക്കുക. കാരണം 6% എന്ന് പറയുമ്പോൾ 960 ആയിട്ടുള്ളൂ അല്ലേ? ഇത് 1,680 വേണം. ഏകദേശം അതിന്റെ ഇരട്ടി ഏകദേശം ഉണ്ട് അല്ലേ? അപ്പൊ 10%, 6ന്റെ ഏകദേശം ഇരട്ടി 10. 10% ചെയ്ത് നോക്കിയാൽ ശരിയാകുമോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുക. ചിലപ്പം ഇങ്ങനത്തെ ചെറിയ ഉടായ്പകളൊക്കെ നോക്കുക. 6% എന്ന് പറയുമ്പോൾ എനിക്ക് 960 പലിശ കിട്ടിയുള്ളൂ 2 വർഷം കൊണ്ട്. എനിക്ക് 1,680 വേണം. അപ്പൊ ഏകദേശം 6ന്റെ ഇരട്ടി വേണം. എന്നാൽ കറക്റ്റ് ഇരട്ടി അല്ല താനും. അപ്പൊ ഞാൻ ഓപ്ഷൻ ഏത് ചെയ്യുക മക്കളെ? ഓപ്ഷൻ ഡി ഒന്ന് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി 10% എന്നാണ്. ആദ്യത്തെ വർഷത്തെ പലിശ നിരക്ക് 10% ആണെങ്കിൽ 800 കിട്ടും. ആണോ? രണ്ടാമത്തെ വർഷത്തെ പലിശ 800 സംതിങ് കിട്ടും. ആണോ? അപ്പൊ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 1,600 സംതിങ്. നമുക്ക് വേണ്ടത് 1,680. അടുത്ത് വന്നില്ലേ? അപ്പോൾ ഓപ്ഷൻ എ അല്ല, പക്ഷേ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടി, 10%. ചെയ്ത രീതി മനസ്സിലായോ? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി അങ്ങനെ ഓർഡറിൽ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. ഓപ്ഷൻ എ ചെയ്തപ്പോൾ 960 കിട്ടിയത് അല്ലേ? അതിനേക്കാൾ കൂടുതലാ 1,680 എന്ന് പറയും. അപ്പൊ ഏകദേശം 10 അല്ലേ? ചെയ്യാൻ എളുപ്പമാണല്ലോ 10. അതുകൊണ്ട് 10 വെച്ചങ്ങ് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. പലിശ നിരക്ക് 10% ആണെങ്കിൽ 1,600 സംതിങ് വരുന്നുണ്ട്. 1,600ന് 680 അടുത്ത് വന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ചോദ്യം കൂടെ ഈ മോഡൽ നോക്കാം. 1,000 രൂപ കൂട്ടുപലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 1,331 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം? ഓക്കെ, നമുക്ക് നോക്കാം. 1,000 രൂപ എത്രയായിട്ട് മാറി? 1,331 രൂപയായിട്ട് മാറി. ആണോ? അതായത് 331 രൂപ പലിശ വന്നിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട്? 2 വർഷമല്ല, 3 വർഷമാണ്. ആണോ? അപ്പൊ 1,000 രൂപയ്ക്ക് 3 വർഷം കൊണ്ട് 331 രൂപ പലിശ കിട്ടി എങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദ്യം അല്ലേ? ഈ 1,000 എന്നുള്ളത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആണോ? 1,000 രൂപയ്ക്ക് 331 രൂപ പലിശ 3 വർഷം കൊണ്ട് കിട്ടിയെങ്കിൽ പലിശ നിരക്ക് എത്ര? മക്കളെ, ഓപ്ഷൻ എ ചെയ്യാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 5%.
പലിശ നിരക്ക് 5% 3 വർഷം കൊണ്ട് 331 രൂപ പലിശ കിട്ടുമോ എന്ന് കമ്പയർ ചെയ്യുക. പലിശ നിരക്ക് 5% ആദ്യത്തെ വർഷത്തെ പലിശ 1000ന്റെ 5%, 10% 100, 5% 50. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ 50 സംതിങ്, മൂന്നാമത്തെ വർഷത്തെ പലിശയും 50 സംതിങ്, 3 വർഷം കൊണ്ട് കിട്ടുന്നത് 150 സംതിങ് ആ പലിശ. നമുക്ക് 331 വേണം, ഏകദേശം ഇരട്ടി അല്ലേ? അപ്പം നമ്മൾ ഓപ്ഷൻ ബി അങ്ങ് ചെക്ക് ചെയ്യാൻ പോവാ. ഓപ്ഷൻ ബി 5%-ന്റെ ഇരട്ടിയല്ലേ? ഓപ്ഷൻ ബി 10%. 10% ശരിയാവുമോ നോക്കാം. 10% പലിശ നിരക്കെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 10,000ന്റെ 10%. എത്രയാ അത്? 100. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ 100 സംതിങ്. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ പലിശ 100 സംതിങ്. 3 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 300 സംതിങ്. നമുക്ക് വേണ്ടത് 331. അടുത്ത് വന്നില്ലേ? അപ്പൊ പലിശ നിരക്ക് എത്ര ശതമാനമാ? 10%. 5% അല്ല. നമ്മുടെ ആൻസർ 10% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പിന്നെയുള്ളത് 15 ഓപ്ഷനിൽ, അതെന്തായാലും അല്ല, കൂടിപ്പോവും. പിന്നെയുള്ളത് 8, അതുമല്ല. അപ്പൊ ഏറ്റവും ചേരുന്ന ഓപ്ഷൻ 10. അപ്പം പലിശ നിരക്ക് കാണാൻ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം മക്കളെ? പഠിച്ചേ. പലിശ നിരക്ക് കാണാൻ ചോദ്യം വന്നാൽ ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തണം. ഇതാണ് കൂട്ടുപലിശയിൽ പലിശ നിരക്ക് കാണാനുള്ള മാർഗം. പഠിച്ചോണം. അതിനായി കഷ്ടപ്പെട്ട് ടൈപ്പ് തിരിച്ച് നിങ്ങളെ പഠിപ്പിക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം. നമ്മുടെ 7ാമത്തെ ടൈപ്പ്. ഇതിൽ നമ്മൾ മുതൽ കണ്ടുപിടിക്കാനാ പഠിക്കുന്നേ. മുതൽ കാണാൻ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ കണ്ടുപിടിക്കാൻ കേട്ടോ. സോ ടൈപ്പ് 7ന്റെ ഹെഡിങ് ആയിട്ട് മുതൽ കണ്ടുപിടിക്കാൻ എന്ന് എഴുതിക്കോ മക്കളെ. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ചോദ്യം: 5% കൂട്ടുപലിശ നിരക്കിൽ എന്ത് തുക നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 3087 രൂപ തിരികെ കിട്ടും? കണ്ടോ? എന്ത് തുക നിക്ഷേപിച്ചാൽ 3087 രൂപ തിരിച്ചു കിട്ടുന്ന. അപ്പം മുതൽ തുക കണ്ടുപിടിക്കണം ആണോ? നമ്മൾ പലിശ നിരക്ക് കാണാൻ ഓപ്ഷൻ വെച്ച് ചെയ്യണം എന്നല്ലേ പഠിച്ചേ? മുതൽ കണ്ടുപിടിക്കാനും ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പം നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണം. പലിശ നിരക്ക് കാണാനുള്ള ചോദ്യം വന്നാലും മുതൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നാലും കൂട്ടുപലിശയുടെ കേസിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എടുത്ത് കമ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചോദ്യം ഒരു കൈ നോക്കാം. എന്തു തുക നിക്ഷേപിച്ചാലാണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര നിക്ഷേപിച്ചാലാണ് അല്ലേ നമുക്ക് 3087 രൂപ തിരിച്ചു കിട്ടണം അല്ലേ? എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. എത്ര ശതമാനം പലിശ നിരക്കിൽ? 5% പലിശ നിരക്കിൽ. അപ്പൊ 5% പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 3087 രൂപ നമുക്ക് ആകെ തിരിച്ചു കിട്ടണമെങ്കിൽ എത്ര രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് നിക്ഷേപിക്കണം എന്നതാണ് ചോദ്യം. നമുക്ക് ഓരോ ഓപ്ഷൻസ് ചെയ്ത് നോക്കിയാലോ. ഓപ്ഷൻ എ എത്രയാ മക്കളെ? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 5%, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 2500 ആണോ? ഓപ്ഷൻ എ 2500. നിങ്ങൾ ഓർക്കുക, പ്രിൻസിപ്പൽ എമൗണ്ട് 2500 ആണ് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ എത്രയായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് 2500 ആയിരുന്നുവെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 2500ന്റെ 5%. 10% 250, 5% 125 അല്ലേ? അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശയോ? രണ്ടാമത്തെ വർഷത്തെ പലിശ 125 സംതിങ് അല്ലേ? 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 250 സംതിങ് അല്ലേ? അപ്പൊ ആകെ തിരിച്ചു കിട്ടുന്നത് 2500 പ്ലസ് 250, അതായത് 2750 സംതിങ് ആണ് ആകെ നമുക്ക് 2 വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നത്. നമുക്ക് ആകെ 2 വർഷം കൊണ്ട് 3087 തിരിച്ചു കിട്ടണം. ഇവിടെ 2750 കിട്ടുള്ളൂ. 2500 പ്ലസ് 250 ആണ് 2 വർഷത്തെ പലിശ. അപ്പൊ 2750 തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണോ ആൻസർ? അല്ല, ഓപ്ഷൻ എ അല്ല ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്യാം.
ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? ഓപ്ഷൻ ബി എന്ന് 3000 തന്നേക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് 3000 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 3000ന്റെ 5% 150. രണ്ടാമത്തെ വർഷത്തെ പലിശ 150 സംതിങ് ആണോ? 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 300 സംതിങ് അല്ലേ? അപ്പൊ ആകെ തിരിച്ചു കിട്ടുന്നത് 3000 300 സംതിങ്ങും 3300 സംതിങ് ആണ് നമുക്ക് 2 വർഷം കൊണ്ട് ആകെ തിരിച്ചു കിട്ടുന്നത്. നമുക്ക് 3087 മതി, ഇവിടെ 3300 സംതിങ് കിട്ടും. അപ്പൊ ഇത്രയും പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല ഉത്തരം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി 2800 എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 2800 ആണെങ്കിൽ മക്കളെ ഞാനൊന്ന് അപ്രത്യക്ഷമാകുവാണ്. യെസ്, പ്രിൻസിപ്പൽ എമൗണ്ട് 2800 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 2800ന്റെ 5%, 10% 280, 5% 140. രണ്ടാമത്തെ വർഷത്തെ പലിശ 140 സംതിങ്. 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 280 സംതിങ്. ആകെ തിരിച്ചു കിട്ടുന്നത് 2800 പ്ലസ് 280 3080 സംതിങ്. നമുക്ക് വേണ്ടത് 3087. അടുത്തു വന്നു. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. കണ്ടോ, ഇങ്ങനെയാണ് ഓപ്ഷൻ കമ്പയർ ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പം ഉത്തരം മാത്രമല്ല എഴുതണ്ടേ, ഓപ്ഷൻ എ എങ്ങനെ കമ്പയർ ചെയ്തു, എന്തുകൊണ്ട് തെറ്റിപ്പോയി, ഓപ്ഷൻ ബി എങ്ങനെ കമ്പയർ ചെയ്തു, എന്തുകൊണ്ട് ശരിയായില്ല, ഓപ്ഷൻ സി കമ്പയർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ശരിയായി. ഈ 3 ഓപ്ഷനും എഴുതി ചെയ്യണം. ഇനി നോട്ട്ബുക്കിലാണ് നമ്മൾ ഇത്ര കോളമൊക്കെ തിരിച്ച് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എഴുതുന്നേ, പരീക്ഷയ്ക്ക് വേഗം ചെയ്യാം. ഈ കമ്പാരിസൺ ചെയ്ത് ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് പ്രാക്ടീസ് നേടിയാൽ മാത്രം മതി. കേൾക്കണുണ്ടോ മക്കളെ? ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്തോണം. ഇങ്ങനെയാണ് ഈ കൂട്ടുപലിശയുടെ മുതൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നാൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഒരു ചോദ്യമോടെ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നോക്കാം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ മക്കളെ. 20% കൂട്ടുപലിശ നിരക്കിൽ എന്തു തുക നിക്ഷേപിച്ചാൽ 2 വർഷം കൊണ്ട് 2160 രൂപ തിരികെ ലഭിക്കും അല്ലെ? നമുക്ക് എന്ത് തുകയാണ് നിക്ഷേപിക്കേണ്ടത് എന്നറിയണം. ആകെ തിരിച്ചു കിട്ടേണ്ടത് 2160 രൂപയാണ്. പലിശ നിരക്ക് 20%. കാലയളവ് 2 വർഷം കൊണ്ട് കിട്ടണം. അതിനെന്ത് തുക നിക്ഷേപിക്കണം? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 1400. 1400 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 1400ന്റെ 20%. 10% 140, 20% 280. ആദ്യത്തെ വർഷത്തെ പലിശ 280. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ 280 സംതിങ് അല്ലേ? അപ്പൊ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാ മക്കളെ? 560 സംതിങ് ആണോ? അപ്പൊ 2 വർഷം കൊണ്ട് മുതലും പലിശ ഇങ്ങനെ കൂട്ടി 1400 പ്ലസ് 560 1960 സംതിങ് കിട്ടും. എനിക്ക് വേണ്ടത് 2160 ആണോ? അടുത്ത് വരുന്നുണ്ട്, ഇതിലും കുറച്ചുകൂടെ അടുത്ത് വരുന്നുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഞാൻ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാൻ പോവാണ്. ഓപ്ഷൻ ബി പറയുന്നത് 1500 എന്ന പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് 1500 ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പലിശ 1500ന്റെ 20%, 10% 150, 20% 300. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ അത് 300 സംതിങ് ആണ് അല്ലേ മക്കളെ? ആദ്യത്തെ വർഷം 300, രണ്ടാമത്തെ വർഷം 300 സംതിങ്. 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 600 സംതിങ് ആണ് അല്ലേ? അപ്പൊ ആകെ തിരിച്ചു കിട്ടുന്നത് 1500ഉം 600ഉം, അതായത് 2100 സംതിങ് ആണ്. നമുക്ക് വേണ്ടത് 2160. ശരിയല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1500 ആയിരിക്കണം. നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ചെയ്ത പോലെ പ്രാക്ടീസ് നേടണം. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നമുക്ക് കാലയളവ് കാണാൻ ആദ്യ വർഷത്തെ പലിശ കണ്ടതിന് ശേഷം കമ്പയർ ചെയ്ത് നോക്കണം.
പലിശ നിരക്ക് കാണാൻ ഓപ്ഷൻ കമ്പയർ ചെയ്യണം. മുതൽ കണ്ടുപിടിക്കാനും ഓപ്ഷൻ കമ്പയർ ചെയ്ത് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മൂന്നാമത്തെ പാർട്ട് വീഡിയോയിൽ കൂടുതൽ നല്ല ചോദ്യങ്ങളുമായി കാണാം. അതുവരെ ടാറ്റാ.